അങ്ങനെ അമ്മയും അച്ഛനെയും കൊണ്ടുവിടാൻ വേണ്ടി പോവാണേ. നമുക്കിവിടെ തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് വിട്ടിട്ട് വരാം. 4-5 ദിവസം നല്ല അടിപൊളിയായിരുന്നു. അമ്മയച്ഛനും കുറേ നാൾക്ക് ശേഷമാണ്, ഒരു 2-3 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രാവശ്യം വന്നത് കേട്ടോ. ഡോറടയ്ക്കട്ടെ. ഡോറടച്ചിട്ട് നമുക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. 8 o'clock ട്രെയിൻ. എടാ അച്ഛനെ കാണുന്നില്ല, മഞ്ജുവിനെ കാണണ്ട, മഞ്ജുവിനെ. അങ്ങനെ ഇനി കുറച്ച് റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകളൊക്കെ കാണും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യം പറയാം. ഇത് എൻ്റെ ലൈഫിൽ ഉള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. എനിക്ക് വളരെ ലോ ഇൻകമാണ്, പക്ഷേ ഞാൻ നേരത്തേക്കല്ല ഹാപ്പിയാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ എൻ്റെ റിയൽ ആയിട്ടുള്ള എൻ്റെ ലൈഫിൻ്റെ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം എനിക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫായിരുന്നു. എനിക്കൊന്നിനും സമയമില്ല, എന്തിനോ വേണ്ടി ജീവിക്കുന്ന ഒരു തോന്നൽ. രാവിലെ ആണെന്നറിയുന്നില്ല, രാത്രി ആണെന്നറിയുന്നില്ല. എൻ്റെ വീട്ടിലെ റെസ്പോൺസിബിലിറ്റിയും ജോലിയും ഒക്കെ കൂടി എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഐ എം സോ ഹാപ്പി വിത്ത് മൈ ലോ ഇൻകം. കാരണം എനിക്ക് ടൈം കിട്ടി. ആദ്യം എനിക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ് പറയാം. ജോലി ഉപേക്ഷിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഒരു ചെറിയ സൈഡ് ഇൻകം ഞാൻ കയ്യിലാക്കുന്നുണ്ടായിരുന്നു, ബിൽഡ് ചെയ്തുകൊണ്ട് വരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിൽ വെച്ച് ആദ്യം എനിക്കുണ്ടായത് ഒരുപാട് ടൈം കിട്ടി. എനിക്ക് എൻ്റെ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ, എൻ്റെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഒരു 1-2 മാസം എനിക്ക് നല്ല ടൈം എടുത്തു. എനിക്ക് നല്ല ഒരു എനർജി കിട്ടി. എനിക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ മൈൻഡൊന്ന് ഫ്രീ ആയപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എൻ്റെ തലയിലേക്ക് ഇങ്ങ് ഓടി വന്നു കേട്ടോ. നമുക്കത് ചെയ്യാമല്ലോ, ഇത് ചെയ്യാമല്ലോ, അങ്ങനെ കുറേ ഐഡിയാസുകൾ ഭയങ്കര പീസ്ഫുള്ളായപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് നല്ലൊരു സന്തോഷം കിട്ടി. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാസീവ് ഇൻകം എന്ന് പറയുമ്പോഴേ ഒന്നല്ല 2-3 മൾട്ടിപ്പിൾ ആയിട്ടുള്ള പാസീവ് ഇൻകം കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ എൻ്റെ തലയിൽ അങ്ങ് തെളിഞ്ഞു. അപ്പോൾ ഡെയിലി വരുമാനം കിട്ടുന്ന ഒരു വഴി എനിക്ക് അപ്പോൾ കിട്ടി. ചിന്തിക്കാനുള്ള സമയം കിട്ടിയപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ അതിലൂടെ ഒരു പാസീവ് ഇൻകം ഡെയിലി ഒരു 3 hours എനിക്ക് സ്പെൻഡ് ചെയ്താൽ ഒരു ഇൻകം വരാൻ തുടങ്ങി. അത് എനിക്ക് എൻ്റെ ലൈഫിൽ ഭയങ്കര ചേഞ്ചസ് കൊണ്ടുവന്നു. എനിക്കൊരു കോൺഫിഡൻറ്റ് കിട്ടി. അതായത് മാസം സാലറി കിട്ടിക്കൊണ്ടിരുന്നപ്പം ഒരു വലിയൊരു ബാധ്യതയ്ക്ക് വേണ്ടി ഒരുമിച്ചൊരു എമൗണ്ട് പോകുമായിരുന്നു. ഡെയിലി ഇൻകം എന്ന് പറയുമ്പോൾ അതിലൊരു പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് ഓരോ കാര്യത്തിനും എനിക്ക് നീക്കി വെക്കാൻ പറ്റി. ആ എമൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ കാര്യങ്ങളൊക്കെ റൺ ചെയ്യാനും പറ്റി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഹസ്ബൻഡ് ജോലി ഉണ്ട് കേട്ടോ, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നല്ലോ, അത് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് പറ്റി കേട്ടോ. അങ്ങനെ അതാണ് രണ്ടാമത് എനിക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ എനിക്ക് കോൺഫിഡൻസ് കൂടി. ഇനിയും എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, ആ ഇൻകം വെച്ചിട്ട് അടുത്തെന്ത് പാസീവ് ഇൻകം കൊണ്ടുവരാം എന്നുള്ള ഒരു ഐഡിയ ആലോചിച്ചു. അങ്ങനെ എനിക്ക് ഒരുപാട് സമയം കിട്ടി എന്നുള്ളതാണ്. പിന്നെ ചെറിയ പാസീവ് ഇൻകം ആണെങ്കിലും നമുക്ക് ഹാപ്പിനെസ്സാണ് വളരെ പ്രധാനം. നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു ഹാപ്പി ആയിരിക്കണം. നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ആസ്വദിച്ച് ചെയ്യാൻ വേണ്ടി പറ്റണം. അതെനിക്ക് ഈ പറയുന്ന പാസീവ് ഇൻകം കിട്ടിയപ്പോഴാണ്. ഇപ്പോൾ എനിക്കൊരു 5-6 മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു പാസീവ് ഇൻകം ഉണ്ട്. വളരെ ചെറിയ എമൗണ്ട് ആണെങ്കിലും ഒന്നിച്ച് ചേരുമ്പോൾ പല കാര്യത്തിലേക്കും ഓരോ പാസീവ് ഇൻകം എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ട്. ഈ ഓരോ പാസീവ് ഇൻകത്തിനും ഞാൻ ഓരോ കാര്യം ആയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഒരു സ്ഥലത്തു നിന്ന് വരുന്നത് എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടും എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും എനിക്ക് അമ്മയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അവർക്ക് കിട്ടേണ്ട രീതിക്കുള്ള ഒരു കാര്യം ചെയ്യാൻ. രണ്ടാമത് എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി മാറ്റി വയ്ക്കാൻ. മറ്റൊന്ന് എൻ്റെ പേരൻസിന്, അവർക്ക് വേണ്ടിയിട്ട് അവരെ കാണാനോ അവർക്കൊരു ട്രാവലിന് പോകാനോ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ. ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ ആണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഒരു മൈൻഡിലുള്ള എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും വേറെ പല കാര്യങ്ങളും പല ആഗ്രഹങ്ങളും ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു ഇൻകം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചെറിയ ഒരു എമൗണ്ട് ആയിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് ചെറിയ രീതിയിലെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ഓരോ കാര്യത്തിനായിട്ട് ഞാൻ ഓരോ ഇൻകത്തെ കണക്കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ
എനിക്ക് അറിയാലോ, ഞാൻ ക്ലോത്തിങ് ബിസിനസ്, ജ്വല്ലറി ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട്. അതൊരു നല്ലോണം ഒരു വലിയ രീതിയിൽ നല്ലൊരു കട ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു നല്ലൊരു ഷോപ്പ് ഉണ്ടാക്കണം എന്നുള്ള എൻ്റെ ഡ്രീമാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ചധികം എമൗണ്ട് മാറ്റി വയ്ക്കാനും ആ സക്സസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട്, അങ്ങനെയാണ് ഞാനതിനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ലോണം ചിന്തിക്കാനൊക്കെ പറ്റാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു ഫ്രീഡം ഫീൽ ചെയ്തത്. മെൻ്റലി, ഫിസിക്കലി ഒരുപാട് സമയം. എനിക്ക് തോന്നുന്നു ഈ സമയമാണ് വളരെ പ്രധാനം. നമുക്ക് ഈ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മെൻ്റലി നമ്മൾ ഭയങ്കര ഫ്രീ ആകും. ഈ ഫ്രീ ആകുമ്പോൾ നമുക്ക് ഒരുപാട് എനർജി കിട്ടും. നമ്മൾ പല കാര്യങ്ങളെപ്പറ്റി നമുക്ക് ആലോചിക്കാൻ പല ഐഡിയാസുകൾ നമ്മുടെ തലയിൽ കത്തും. മറ്റേതെന്ന് പറയുമ്പോൾ രാത്രി വരെ ജോലി ചെയ്ത് വന്ന് കിടന്ന് ടയേർഡായി കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ വീണ്ടും സെയിം റുട്ടീൻ. പക്ഷേ ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് മെയിൻ ഇൻകം സ്ട്രീം എന്ന് പറയുന്നത് ഞാനല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അതും ഒരു കാര്യം തന്നെയാണ്. കാരണം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് മെയിൻ സ്ട്രീമായിട്ടുള്ള ഒരു ഇൻകത്തിൻ്റെ ആൾ. ഞാൻ അതിൻ്റെ ഒരു സപ്പോർട്ടറായിട്ട് മാത്രമായിരുന്നു. സോ എനിക്ക് അവിടെ നിന്നും ഇപ്പം നമുക്കൊരു പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജോലിക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കാം. ബട്ട് ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും വേണം, ഫ്യൂച്ചറിൽ ഈ ജോലി തന്നെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ജീവിതവും നമ്മളെ ചുറ്റുപാടും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവായിട്ട് സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. സോ നമുക്ക് എത്ര മാറ്റി വെച്ചാലും അത് തികയാത്തൊരവസ്ഥ വരും. അപ്പോഴാണ് ജോലി കാര്യങ്ങളൊക്കെ ഈ എയുടെ ഇതൊക്കെ വരുന്നതും. ഇപ്പോൾ ഇവിടെ ലേ ഓഫൊക്കെ ഇഷ്ടംപോലെ ബാംഗ്ലൂർ നടക്കുന്നുണ്ട്. ഈ ലേ ഓഫൊക്കെ നടക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് പേടിയാവാൻ തുടങ്ങി. സോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഒരു ഇൻകം, അതായത് ഇപ്പോൾ ഞങ്ങൾ വയസ്സായാലും നമുക്കൊരു ചെറിയൊരു ഇൻകം നമ്മൾ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എൻ്റെ ബേസിക്കലി എൻ്റെ 2 പേരൻസും, അതായത് ഇൻലോസ് ആയിക്കോട്ടെ എൻ്റെ പേരൻസ്, 2 പേരും ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഞാനത് കണ്ടു വളർന്നുകൊണ്ട് എനിക്കറിയാം അവർ ഡെയിലി ഇൻകം ഉള്ളത് കൊണ്ടാണ് അവർ സർവൈവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെയാണ് MBA ഒക്കെ പഠിക്കാൻ തന്നെ പോയത്, ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ. അപ്പോൾ എനിക്ക് അതുപോലെ ഒരു ഇൻകം, ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് എൻ്റെ പേരൻസിൻ്റെ കട. അപ്പോൾ അവർക്കൊരു വയ്യാതായാലും അവരങ്ങനെ ചെയ്തതുകൊണ്ട് അവർക്ക് അവിടെ ഇരുന്ന് തന്നെ ഒരു 10 രൂപ അവർക്കൊരു ഇൻകം കിട്ടും. അപ്പോൾ അവർക്കൊരു വയ്യാതിരുന്നാലും അവിടെ നിന്നുകൊണ്ട് അവർക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇരിക്കാനുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ അതുപോലെ എനിക്കും അങ്ങനെ എന്തെങ്കിലും വേണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതിനാണ് അപ്പോൾ ഈ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇത് നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഒന്നും നമുക്ക് സേവ് ആകുന്നുമില്ല, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നുമില്ല, മെൻ്റലി പീസില്ല, ഒന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തി ജോലി ക്വിറ്റ് ചെയ്തത് കേട്ടോ. ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പീസ്ഫുള്ളാണ്. സോ ഇതെൻ്റെ ഒരു സ്റ്റോറിയാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്കനുസരിച്ച് നിങ്ങളും ഇതുപോലെ മെൻ്റൽ പീസ് കിട്ടിയാലും നമുക്ക് സമയം കിട്ടിയാലും നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു സ്കില്ലും എല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നെൻ്റെ കടയിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് ഐറ്റംസാണ്. സ്റ്റോളിടാനും പോകണം ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് പുതുതായിട്ട് വന്നതാണ്. നോസ് റിങ്, പിന്നെ കുറേ ബ്രേസ്ലെറ്റ്, പുതിയ മോഡല്, അങ്ങനെ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഏതൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് നോക്കിയെടുക്കുകയാണ്. അതായത് ഇവിടെ സെയിലാകുന്ന ഐറ്റംസ് മാത്രമാണ് ഈ കൊണ്ടുപോകുക. ബാക്കി ഐറ്റംസൊക്കെ ഞാൻ നാട്ടിലേക്ക്, ഇപ്പോൾ അമ്മയൊക്കെ വന്ന സമയത്ത് കുറച്ച് കൊടുത്ത് വിട്ടിട്ടുണ്ട് അങ്ങോട്ടേക്ക്, അവിടുത്തെ കടയിലേക്ക് വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ വിളയുടെ സാധനങ്ങൾ ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിളയുടെ കുറേ ഐറ്റംസ് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഐറ്റംസൊക്കെ വേണം, ചെറിയ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അതേപോലെ നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. ഇതൊക്കെ എൻ്റെ വൺ ഓഫ് എൻ്റെ സൈഡ് ഇൻകം ആണ് ഈ പറയുന്നതെന്നൊക്കെ പറയുന്നത്. അതേപോലെ അവിടുത്തെ കടയിൽ, എൻ്റെ അമ്മയുടെ കടയിൽ വെക്കുന്നത്, പിന്നെ എൻ്റെ ഇൻലോസിൻ്റെ കടയിൽ, എല്ലായിടത്തും ഞാൻ ഈ വക കാര്യങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ഡ്രസ്സസ് ഇപ്പോൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഞാൻ മോഡൽ പറഞ്ഞു കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് അതും അത്യാവശ്യം എനിക്ക് നല്ല കസ്റ്റമേഴ്സിനെ കിട്ടുന്നുണ്ട്. ഓൺലൈനായിട്ട്
അത്യാവശ്യം പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഓഫ്ലൈൻ ഡയറക്റ്റായിട്ട് സെല്ല് ചെയ്യുമ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കേട്ടോ. ഡയറക്റ്റായിട്ട് സെല്ല് ചെയ്യുമ്പം അവർ തന്നെ നോക്കിയും കണ്ടും അവരെ എടുക്കുന്നതാണല്ലോ. പിന്നെ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ്ട് റെഡിമെയ്ഡ് അല്ലല്ലോ, സ്റ്റിച്ച് ചെയ്യുന്നതായതുകൊണ്ട് അതിനൊരു പ്രത്യേക വാല്യൂവും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും അടുത്ത വിശേഷമായിട്ട് നാളെ കാണാം. ഡെയിലി നമ്മൾ വ്ളോഗൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ബൈ ബൈ.